ഹായ്, നമസ്കാരം കൂട്ടരെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? സുഖവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. ഇതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ജീവിതം സ്വർഗതുല്യമാകുന്നത്, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ, ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം സംഗതികൾ നിറഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയാമോ? സംഗതികളെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നത് സംഗീതത്തെക്കുറിച്ചല്ലേ? ഐഡിയ സ്റ്റാർ സിംഗറിലെ ശരത് സാറിൻ്റെയും MG ശ്രീകുമാർ സാറിൻ്റെയും സംഗതികൾ, അല്ലേ? പലതരത്തിലുള്ള സംഗതികൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? താളലയ സംഗമമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ കർണം കൊണ്ട് കേൾക്കാൻ കഴിയുന്നവ, ശ്രദ്ധയിലൂടെ ശ്രവിക്കാൻ കഴിയുന്നവ, നിശബ്ദതയിലും ധാരാളം സംഗതികൾ നിറഞ്ഞു കിടക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ. എങ്ങനെ നിശബ്ദതയിൽ എന്നല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ കാണുന്ന വീഡിയോസ്, FM റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇവയെല്ലാം നിശബ്ദതയിൽ ലയിച്ചു കിടക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നും ശബ്ദങ്ങളെയും ദൃശ്യങ്ങളെയും നമുക്ക് എങ്ങനെ ശ്രവിക്കാൻ കഴിയുന്നു എന്നുള്ളത്. കണ്ടുപിടുത്തത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെ ഉപകരണങ്ങൾ ശബ്ദിക്കാൻ കഴിയുമെന്നത് നമ്മൾ കണ്ടതല്ലേ, കേട്ടതല്ലേ, അറിഞ്ഞതല്ലേ? വിചിത്രമായ, വിശാലമായ കൗതുകങ്ങൾ ധാരാളം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഉപകരണത്തിൻ്റെ സഹായമില്ലാതെ ഇവയെല്ലാം നമുക്ക് ശ്രവിക്കുവാനും കാണുവാനും കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. എങ്ങനെയെന്നല്ലേ പറയാം. ആ വിശ്വാസത്തെ, ആ സത്യത്തെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് ഉപകരണങ്ങളായി നമ്മുടെ മുന്നിലേക്ക് ശ്രവിക്കുവാനും എല്ലാം പ്രാപ്തമാക്കിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. നിരന്തരമായ ആ ശ്രമം ശാസ്ത്രമായി മാറി. എല്ലാത്തരം ശാസ്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വസ്തുതയെ തിരിച്ചറിഞ്ഞ് അവയെ കൂടുതൽ അറിഞ്ഞ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാം, ഞാൻ കാണുന്നത് എല്ലാവർക്കും കാണാൻ കഴിയത്തക്ക വിധം ആക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഉപകരണങ്ങളിലൂടെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാറുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്നല്ലേ, ഭക്തിയിലൂടെ, ധ്യാനത്തിലൂടെ നമുക്ക് ഉപകരണങ്ങളില്ലാതെ ഇത്തരം ശബ്ദങ്ങളെ, ദൃശ്യങ്ങളെ അറിയുവാൻ, കാണാനും കേൾക്കുവാനും അറിയുവാനും സാധ്യമാകുന്നവയാണ്. നിശബ്ദമായ, ഏകാഗ്രമായ ധ്യാനത്തിലൂടെ നമ്മുടെ ആറാം ഇന്ദ്രിയം നമുക്ക് ഉണർത്താൻ സാധിക്കുന്നതാണ്. മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ നമ്മളിൽ തന്നെ നമുക്കത് പ്രാവർത്തികമാക്കി എടുക്കാനും സാധിക്കും. നമ്മളിൽ ഉണ്ടായിരുന്നതാണ് ഈ കഴിവുകളെല്ലാം. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പലതും നമ്മളിൽ നിന്നും അന്യമായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ചിലരത് തുടരുകയും നിരന്തരമായ ശ്രമങ്ങളിലൂടെ അവർക്ക് മാത്രം സാധ്യമായവയെ വാണിജ്യാടിസ്ഥാനത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ ശ്രമിക്കുകയും ഉപയോഗപ്രദമാക്കി മാറ്റിയപ്പോൾ ശ്രമിക്കാത്തവർക്ക് കൗതുകവും അത്ഭുതവും ആകാംക്ഷയുമായി തീരുകയാണ് ചെയ്തത്. അത്തരം ശ്രമങ്ങൾ ശാസ്ത്രമായി വളരുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മടിപിടിച്ച് മണ്ടരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കഴിവുകൾ എല്ലാവരിലും തുല്യമാണ്. തിരിച്ചറിവുകൾ നമ്മളെ വ്യത്യസ്തരുമാക്കുന്നു. തിരിച്ചറിയേണ്ടത് സത്യമാണ്, സത്യത്തെയാണ്. നമുക്ക് സാധ്യമാകാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. അടിമകളായി അന്ധരാകാതെ
അറിവിൻ്റെ അമരത്തിലേറുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ FM റേഡിയോ അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന മൊബൈലുകൾ ഇവയെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ചാർജ് ആവശ്യമാണ്. ചാർജാണ് ഊർജം. ആ ഊർജം നമ്മളിൽ തന്നെ ഉണ്ട്. അവയൊന്ന് ചാർജ് ചെയ്ത് ഫുള്ളാക്കിയാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിശബ്ദമായി കിടക്കുന്ന ശബ്ദങ്ങളെയും ദൃശ്യങ്ങളെയും എല്ലാം നേരത്തെ പറഞ്ഞ ആറാം ഇന്ദ്രിയത്തിലൂടെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തിയിലൂടെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ചാർജ് ഇല്ലാത്ത അവസ്ഥയെ ഭക്തിയിലൂടെ ചാർജ് ആക്കിയെടുക്കുക. ധ്യാനത്തിലൂടെ നമുക്കത് സാധ്യമാകുന്നതുമാണ്. ധ്യാനത്തിലൂടെ കാണാൻ ശ്രമിക്കൂ. അറിവാണ് ഈശ്വരൻ. ആ അറിവിലൂടെ പുതുമകൾ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. പുതിയ പുതിയ അറിവുകൾക്കായി പുതുതലമുറ കാത്തിരിക്കുന്നുണ്ട്. നല്ല വഴികൾ നമുക്ക് അവർക്കായി തുറന്നിടാം. നന്ദി, നമസ്കാരം. നല്ലത് സംഭവിക്കട്ടെ. ബൈ.